PCOD അല്ലെങ്കിൽ പോളിസിസ്റ്റിക് ഒവേറിയൻ ഡിസീസ് ലക്ഷണങ്ങൾ എന്തൊക്കെയാണ്? ഇറഗുലർ മെൻസസ് അല്ലെങ്കിൽ ആർത്തവ ചക്രത്തിൽ വരുന്ന വ്യതിയാനം. മെയിനായിട്ട് 2-3 മാസം കൂടുമ്പോഴായിരിക്കും പീരീഡ്സ് വരിക, അല്ലെങ്കിൽ പീരീഡ്സിന്റെ സമയത്തിന്റെ ബ്ലീഡിങ്ങിന്റെ അളവ് വളരെ കുറവും ചിലരിൽ കൂടുതലായിട്ടും കാണപ്പെടാറുണ്ട്. കൂടാതെ 10-15 ദിവസം കണ്ടിന്യൂസ് ആയിട്ടുള്ള ബ്ലീഡിങ്ങും ചിലരിൽ കാണപ്പെടാറുണ്ട്. രണ്ടാമതായി, പുരുഷ ഹോർമോണായിട്ടുള്ള ആൻഡ്രജന്റെ അളവ് PCOD ഉള്ള സ്ത്രീകളിൽ കൂടുതലായി കാണപ്പെടുന്നത് കൊണ്ട് തന്നെ മുഖക്കുരു കാണപ്പെടാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. കൂടാതെ തന്നെ അമിത രോമ വളർച്ച, അതും മെയിനായിട്ട് ഫേസിന്റെ മേൽചുണ്ടിലും താടിയിലും ഒക്കെ ഈ ഹെയർ ഗ്രോത്ത് കൂടുതലായിട്ട് കാണപ്പെടാറുണ്ട്. കൂടാതെ അമിത ഭാരമാണ് മറ്റൊരു ലക്ഷണം. മുടി പൊഴിച്ചിൽ അല്ലെങ്കിൽ പുരികം പൊഴിച്ചിൽ എന്നിവയും കാണപ്പെടാറുണ്ട്. PCOD ഉള്ള സ്ത്രീകളിൽ ഇൻസുലിൻ റെസിസ്റ്റൻസ് കൂടുതലായതുകൊണ്ട് തന്നെ ഡയബറ്റീസ് വരാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. കൂടാതെ കഴുത്തിന് പിൻഭാഗം, കക്ഷം, തുടയിടുക്ക് എന്നീ ഭാഗങ്ങളിൽ നമ്മളുടെ സാധാരണ സ്കിന്നിനെ അപേക്ഷിച്ച് ഇത്തിരി കൂടെ ഡാർക്ക് കളറിലുള്ള സ്കിന്ന് കാണപ്പെടുന്നു.